നമുക്ക് 26ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് NCERT ബുക്കിൽ നിന്ന് അടുത്തൊരു ക്വസ്റ്റ്യൻ, ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ. ഫോളോയിങ് ജെൽദാൽസ് മെത്തേഡ് 1 gram ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് റിലീസസ് അമോണിയ ദാറ്റ് ന്യൂട്രലൈസ്ഡ് 10 ml ഓഫ് 2 molar സൾഫ്യൂരിക് ആസിഡ്. ദ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഇൻ ദ കോമ്പൗണ്ട്. നമുക്കറിയാം നൈട്രജൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നമുക്ക് 2 മെത്തേഡുകളാണ് NCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ഡ്യൂമാസ് മെത്തേഡും ഒരു ജെൽദാൽസ് മെത്തേഡും. വായിക്കുന്ന ജെൽദാൽസ് മെത്തേഡ് എന്നാണ്. അതിൽ ജെൽദാൽസ് മെത്തേഡിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റായിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഇസ് ഈക്വൽ ടു 1.4 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ നോർമാലിറ്റിയാണ്. വി എത്ര വോളിയം സൾഫ്യൂരിക് ആസിഡിലേക്കാണ് അമോണിയ അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ഇവിടെ 10 ml സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വോളിയം വി കിട്ടി. m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1.4 ഇൻറ്റു നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ മൊളാരിറ്റിയെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? n ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒരു ആസിഡിൻ്റെ n ഫാക്ടർ എത്ര H+ അതിനെ കളയുന്നു എന്നതിനെ ബേസ് ചെയ്തിരിക്കുമല്ലേ. ഇവിടുത്തെ മൊളാരിറ്റി 2 അല്ലേ, 2 മോളാർ സൾഫ്യൂരിക് ആസിഡ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡിൻ്റെ n ഫാക്ടർ എത്രയാണ്? അതിന് 2 ആണ്. സാർ 2 ഹൈഡ്രജനെയാണ് സൾഫ്യൂരിക് ആസിഡ് പുറത്തേക്ക് കളയുന്നത്, അതാണ് അതിൻ്റെ n ഫാക്ടർ. അപ്പോൾ മൊത്തം ഇവിടുത്തെ നോർമാലിറ്റി 4 അല്ലേ. അപ്പോൾ 1.4 ഇൻറ്റു 4 ഇൻറ്റു വോളിയം എത്രയിലേക്കാണ് ന്യൂട്രലൈസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്ത അമോണിയ 10. മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് 1 അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം, 1.4 ഇൻറ്റു 40. അപ്പോൾ ഏകദേശം 56% നമുക്ക് എത്താൻ പറ്റും. ഈസി ക്വസ്റ്റ്യൻ. 56 ഇവിടുത്തെ ആൻസർ. അപ്പോൾ 1.4 ഇൻറ്റു നോർമാലിറ്റി ഇൻറ്റു വോളിയം ഡിവൈഡ് ബൈ m, പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ബൈ ജെൽദാൽസ് മെത്തേഡ് ഓർത്തിരിക്കുക. ഈ ഷോർട്ട് കട്ട് ഇക്വേഷൻ ഓർത്താൽ നോർമാലിറ്റിയും വോളിയവും മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടും ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. നോർമാലിറ്റി കണ്ടുപിടിക്കാനായിട്ട് മൊളാരിറ്റി ആയിരിക്കും തരുന്നത്, അതിനെ n ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈസിയായി നമുക്ക് ആൻസറിലേക്ക് എത്താം. സോ ഹിയർ 56 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.